ഓട്ടം പോവോ? ഓ കേറിക്കോ. അമ്മേ മാമായേ. ഓ രാവിലെ എന്നെ മരണമല്ല കേൾക്കുന്നത്. സഹോ നാം നടന്നു പോയിക്കോളാം. എന്താ നീ രാവിലെ ആളെ കളിക്കാൻ ആണല്ലോ. രാവിലെ കയറിക്കൊണ്ടും മനുഷ്യനും മനക്കെടുത്താനൊക്കെ വന്നോളും നാശങ്ങള്. എന്താടി ചെയ്താ മുറി? ഹലോ ഇക്ക, ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി? എന്തെങ്കിലും കിട്ടുമോ? ആ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം മറക്കണ്ട. ഇന്ന് അടച്ചില്ലെങ്കിലേ നാളെ ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. മുതലക്കുളത്തേക്ക് ഓട്ടം കിട്ടുമ്പോ ഞാൻ അടച്ചോളാം. നീ ഒരു ഓട്ടോ പിടിച്ച് മുതലക്കുളം ബസ് സ്റ്റോപ്പിലേക്ക് വാ. ഞങ്ങൾ അവിടെ വന്നിട്ട് വിളിക്കാം. കോഡ് മറക്കണ്ട. 2C. ശരി. ഓക്കേ. മാഡം അവിടെ അടയാളം എന്തെങ്കിലും? രാവിലെ തന്നെ ഇത് തലണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 2 പൊറോട്ട കൂടുതൽ കഴിക്കായിരുന്നു. ചേട്ടാ പോവോ? എന്തേ പോണ്ടേ? പോണം. മുതലക്കുളം. മുതലക്കുളത്തേക്കാ നിങ്ങളെ കാത്തിരിക്കുന്നു. കേറ്. 2C. ഓ 2C AC ഒന്നുമില്ല. വണ്ടി ഓടുമ്പോ നല്ല കോഴിക്കോട് കാറ്റ് കിട്ടും. അതിനിടയിൽ കോർപ്പറേഷൻ വണ്ടി ഒന്നും പോയില്ലെങ്കിൽ നല്ല കോഴിക്കോട് ഹലുവയുടെ മണവും കിട്ടും. കേറിക്കോ കേറിക്കോ. കേറിയാ? ഇല്ലേട്ടാ ഒരു മിനിറ്റ്. പോകട്ടെ. മുതലക്കുളത്ത് എവിടെയാണ് പോകേണ്ടത്? ഞാനതിന് കറണ്ട് ഓഫീസ് വരെ ഉണ്ട്. അത് ഈ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ടാക്സ് ഒക്കെ കിടക്കണ ആ ഓഫീസ്, ഇതിലേതാ? അതൊന്നും അല്ല ഏട്ടാ, എനിക്ക് അവിടെ ഒരാളെ കാണാനാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തിയാൽ മതി. അപ്പൊ കോപ്പറേറ്റീവ് കോളേജിന് മുമ്പിൽ ഇറക്കാം. അതാവുമ്പോ കുറച്ച് മൊഞ്ചത്തുകളൊക്കെ കാണാനല്ല. നീ ഇവിടെ ആദ്യമായിട്ടാണ്? അതേട്ടാ. അതാണ്. കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ? എവിടെ ചെന്നാലും കട്ടുകൊണ്ട് പോയതിന്റെ കള്ളന്മാരുടെ കാര്യം മാത്രം പറയാൻ മതി. മോനെ ഇവിടെ നിർത്തിയാ? ഇതാണ് മുതലക്കുളത്തിന്റെ ഒരു ഇത്. മതി. എത്രയാ? 40 രൂപ. അയ്യോ മോനെ ചേഞ്ചിലില്ല, കൈയിട്ടിപ്പോ കിട്ടിയുള്ളൂ. വേറെ ചേഞ്ചില്ലല്ലോ. എന്നാ ചേട്ടനത് വെച്ചോ, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ തന്നാൽ മതി. ഓ ശരി. നമോ ഭാഗം. പോട്ടെ. എന്തൊരു പതാലേ. ചേട്ടാ ഇതിലേതെങ്കിലും നോക്കിയോ? തീർച്ചയായിട്ടും. മധുമൊഴികാതെ വാപ്പയുടെ നെഞ്ചത്തടാ നിന്റെ കളി. മനുഷ്യനെ നന്നായിട്ട് തേങ്ങരിച്ചു. ഇന്ന് നമ്മള് ലീവ് ആക്കിയാന്ന് ആലോചിക്കണം. നിങ്ങളിങ്ങനെ ലീവാക്കിയ 5-6 മുറ്റത്ത് ഓടിക്കളിച്ച് ഇറക്കണേ. ഈ കുന്ത്രാന്റെ വലിയ ശല്യമല്ല. ഇതെന്താ ഫോണാ? എത്ര കാലം നിങ്ങളോട് വാങ്ങിച്ചു തരാൻ പറയണ, ഇപ്പോഴെങ്കിലും തോന്നിയില്ല. നമ്മുടെ കളഞ്ഞു കിട്ടിയതാ. സത്യം പറ, നിങ്ങൾ ഇത് അടിച്ചു മാറ്റിയതല്ലേ? പിന്നെ ഏതാ ഈ ഫോൺ? ഞാൻ പറഞ്ഞില്ലേ കളഞ്ഞിട്ടാണെന്ന്. വണ്ടി കയറി ആരാന്റെ. എന്നെ പഠിച്ചാനേ,
അല്ല നിങ്ങളെന്താ നേരത്തെ ബെല്ലടിച്ചിട്ട് നോക്കാഞ്ഞേ? ഞമ്മക്ക് ഇതിന്റെ കിക്ക് മൊത്തൊന്നും വലിയ പരിചയമില്ല. അല്ല വസീമിന് അറിയാ, ഓനെ വിളി. വസീമേ, വസീമേ, എന്താ ഇതെന്താ? ഇതൊന്ന് നോക്കണം. വാങ്ങിയ അത് നമ്മുടെ അല്ല. ഇത് നമ്മടെ നവാസ്ഖാന്റെ ഫോൺ പോലത്തെ ആ ലോക്കാണല്ല. നമ്പർ പറ. നമ്പർ എനിക്കറിയാമോ? സത്യം പറപ്പാ, നിങ്ങൾ ഇത് അടിച്ചു പറ്റിയല്ലേ? കള്ള ഹിമാറിനെ ഒറ്റ കിഴ്ത്തിണ്ടാ. എന്റെ മനുഷ്യനെ ഇത് വല്ല പാവങ്ങളുടെ ആയിരിക്കും. ഇനി അവര് വല്ല പരാതിയും കൊടുത്തിട്ട് വേണം കള്ള മമ്മാലിയുടെ വീട്ടില് പിന്നെയും പോലീസ് കയറിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. ഒരു തങ്ങുണ്ടോ പോയി കറിയോ കറി. എന്ത് പാപ്പേടന്റെ ഉമ്മാന്റെ കെട്ടുവനല്ലേ? അല്ല പിന്നെ ഇടക്കിടക്ക് ലീവ് എടുക്കാൻ പോയത് വലിയ അബദ്ധമായി പോയി. ഇതിന്റെ ഡിസ്പ്ലേ 2 ദിവസം എടുക്കൂടാ. നീ പോയിട്ട് വാ. ശരി. എന്താ നമസ്തേ. ഈ കുന്തരാട്ടത്തിന്റെ ഒച്ചയും പറയുന്നത് കുറച്ചേ. ഫോണെപ്പോ വാങ്ങി? ഇത് വണ്ടി കിടന്ന് കിട്ടിയതാ. ഓഹോ, പഴയ പരിപാടി പിന്നെ തുടങ്ങിയല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കടാ. പണ്ടിന്റെ ഇളയാമാനെ കണ്ടുപോയി പിന്നെ നമ്മളെല്ലാവരും കാണുന്ന കള്ളനെ പോലെയാ. അത് നമ്മുടെ കുഴപ്പമല്ല. നിങ്ങളിങ്ങനെ കളഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചോണ്ടെന്ന് എനിക്കറിയാം. എന്റെ 6 മക്കളാണ്. അവരുടെ ഉമ്മാന ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാണ്. പാറ്റേൺ ലോക്കൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും ആവും. 500 രൂപ? ഇത് വിറ്റ കാശുവല്ല കിട്ടും. ഒന്ന് പോയളേപ്പാ. ഇത് വല്ല പാവങ്ങളുടെ ഫോണായിരിക്കും. ഇതാ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്കും. ഇതാ അവരെ കണ്ടാണ് കിടന്ന് വിളിക്കുന്നത്. നീ തന്നെ ഒരു സത്യവാൻ വന്നേക്കണത്. പിന്നെ ഇങ്ങനത്തെ ഫോണായിട്ടല്ലേ പാവപ്പെട്ടിട്ട് നടക്കണത്. ഒന്ന് പോടപ്പ. എന്താ അങ്ങോട്ട് നോക്കി. അതവനെ പോലെ ഇല്ലേ? റെഡിയാണോടാ? പോലെ ബ്രോ